ഹലോ ഗായ്സ്, അറിഞ്ഞില്ലേ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, കല്യാണം മുടങ്ങാൻ ഇനി ഒരു കാരണം കൂടി. വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ്. ഇന്ന് എന്താണെന്നല്ലേ, ഞാൻ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നതുണ്ടല്ലോ, ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്, നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മുംബൈയിൽ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങിയത് വധുവിൻ്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞിട്ടാണ്. കാരണം പറഞ്ഞിരിക്കുന്നത്, വധുവിൻ്റെ അമ്മാവൻ പയ്യൻ്റെ സിബിൽ സ്കോർ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ലോണുകൾ പയ്യൻ അടയ്ക്കാതിരുന്നത് കൊണ്ടിട്ട്, അവൻ്റെ സിബിൽ സ്കോർ താഴെ പോയത് കൊണ്ടിട്ട്, അത് അയാൾക്ക് മനസ്സിലായത് കൊണ്ടിട്ട് അയാൾ ആ കല്യാണത്തിനെ എതിർത്തു. അങ്ങനെ വധുവിൻ്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന്. ഇത് കേൾക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരു സംശയം തോന്നും, കല്യാണം മുടങ്ങാൻ ഇതൊക്കെ ഒരു കാരണമാണോ എന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതെ, ഇതും ഒരു കാരണമാവാം. എന്താണെന്നല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ. പിന്നെ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് കല്യാണപ്രായം എത്തിയ മക്കളുള്ള പേരൻസ് തീർച്ചയായും കണ്ടിരിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടിട്ടാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പ്രോബ്ലംസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഒരു റീസൺ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. നമ്മളുണ്ടല്ലോ, ഒരു കല്യാണമൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട് അന്വേഷിക്കാനൊക്കെ പോകില്ലേ. ആ സമയത്ത് നമ്മൾ ചെറുക്കൻ്റെ ജോലി, സ്വഭാവം, പിന്നെ ആളുടെ വീട്, വണ്ടി, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇല്ലേ. പെണ്ണിൻ്റെ വീട്ടുകാർ പോകുമ്പോൾ ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരുവിധ ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എത്ര വലിയ വീടാണുള്ളത്, സ്ഥലമുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകും ഇല്ലേ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ വീടും അവരുടെ സൗകര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ പെൺകുട്ടിക്ക് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വർണ്ണമായിട്ടും പൈസയായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഇല്ലേ. ചില ആൾക്കാർ കാറും അതും ഇതൊക്കെ കൊടുക്കും. എന്നിട്ട് കല്യാണവും വളരെ ആർഭാടമായിട്ട് ലോണൊക്കെ എടുത്ത് നടത്തും പെണ്ണിൻ്റെ വീട്ടുകാർ. ഇത് മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. എല്ലാ വീടുകളിലും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഭൂരിഭാഗം വീടുകളിലും ഇങ്ങനെയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ട് ആ പെണ്ണിൻ്റെ വീട്ടുകാർ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടിട്ടായിരിക്കും ഈ പെൺകൊച്ചിനെ കെട്ടിച്ച് അങ്ങോട്ട് വിടുന്നത്. അവരുടെ വീട് ലോണിൽ വെച്ചിട്ട് അതിൽ നിന്ന് പൈസ എടുത്തിട്ടായിരിക്കും സ്വർണം വാങ്ങിച്ച് ഇതിനെ കല്യാണം കഴിപ്പിച്ച് അങ്ങോട്ടേക്ക് വിടുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യത്തെ 1-2 മാസങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. മൂന്നാമത്തെ മുതൽ മാസങ്ങളിൽ പ്രശ്നങ്ങൾ തുടങ്ങും. ഇതിനൊരു മെയിൻ കാരണം എന്താണെന്നറിയോ? മെയിൻ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും. എന്തുകൊണ്ടിട്ടായിരിക്കും ഇവർക്ക് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തുകൊണ്ടിട്ട് ആ പ്രോബ്ലം നമ്മുടെ മക്കളുടെ ഇതിൽ എന്നുവെച്ചാൽ പെൺകുട്ടികൾക്ക് തരുന്നു, പെൺകുട്ടികളുടെ വീട്ടുകാരിൽ ഇത് വരുന്നത് എന്തുകൊണ്ടിട്ടാണ്, ആ പ്രഷർ വരുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ്. ഒരു ഉത്തരം തന്നെ കുറേ കാണും. പക്ഷേ എങ്കിൽ പോലും എനിക്ക് മനസ്സിലായിരിക്കുന്ന ഇപ്പം ഈ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്ക് അത്യാവശ്യം വരുമാനമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള ലോണുകൾ കിട്ടും ഇല്ലേ. വീട് വെക്കാൻ വേണ്ടിയിട്ട് ഹൗസിംഗ് ലോൺ കിട്ടും, കാർ വാങ്ങിക്കാൻ വേണ്ടി കാർ ലോൺ കിട്ടും, ഇല്ല വീടിൻ്റെ അകത്ത് വേറെ സാധനങ്ങൾ മൊത്തം വാങ്ങിച്ച് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി വേണേൽ പേഴ്സണൽ ലോൺ കിട്ടും. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ലോണുകൾ കിട്ടും. ഈ ആൾക്കാരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കല്യാണത്തിന് മുന്നേ ആയിക്കോട്ടെ, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, എങ്കിൽ പോലും ഈ ലോണൊക്കെ എടുത്ത് നമ്മളുടെ ആ ഒരു ഫുള്ളായിട്ട് നമുക്ക് ഒരാൾ വന്ന് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈ ലെവലിലാണെന്ന് തോന്നുന്ന വിധത്തിൽ കുറേ ആൾക്കാർ ലോൺ എടുത്ത് ഇത് ഫുൾ ചെയ്ത് വയ്ക്കും. ഫുൾ ചെയ്ത് വെച്ചിട്ട് കല്യാണം ആകുമ്പോഴത്തേനും, കല്യാണം ആലോചിക്കാൻ നേരത്ത്, കല്യാണ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഇത് കാണിച്ചിട്ടാണ് പെണ്ണിൻ്റെ ഇത് അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാരോട് സ്ത്രീധനം ചോദിക്കുന്നത്. സ്ത്രീധനം ചോദിക്കുന്ന തെറ്റൊക്കെയാണ്, ഇല്ലെന്നല്ല, പക്ഷേ എങ്കിൽ പോലും ഇൻഡയറക്റ്റ്ലി അത് സൂചിപ്പിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കയിടത്തും. അങ്ങനെ ഇവർ ലോണൊക്കെ എടുത്തിട്ട് ഫുള്ളായിട്ട് ഇത് വെക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ പെൺകുട്ടി വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവർ EMI അടയ്ക്കണമല്ലോ തിരിച്ച്. ആ EMI അടയ്ക്കാൻ നേരത്ത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ നമ്മൾ EMI ആക്കാൻ പാടുള്ളൂ. ബാക്കി പൈസ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് വെച്ചിരിക്കുന്നത്. ഇവർ ഈ ഓടി നടന്ന് എല്ലായിടത്തു നിന്ന് ലോൺ എടുത്തിട്ട് ഈ EMI അടയ്ക്കാറാകുമ്പോൾ ഇവർ ടൈറ്റ് ആവും. സ്വാഭാവികമായിട്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് ആ സമയത്ത് കാര്യമില്ല, അത് അവർ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ സമയത്ത് ഇതെല്ലാം ടൈറ്റായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഇവരെന്ത് ചെയ്യും, ഇവർക്ക് ഈ സാധനം തിരിച്ചടയ്ക്കണമല്ലോ. തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ആദ്യം എടുക്കുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണമായിരിക്കും. എല്ലാവരും സ്ത്രീധനം വാങ്ങിച്ചൊന്നും ആയിരിക്കത്തില്ല കല്യാണം കഴിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും മിക്ക സ്ഥലങ്ങളിലും പെൺകുട്ടികളുടെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട്, അല്ലെ അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന പൈസ എടുത്തിട്ട് ഈ ലോണുകളൊക്കെ അടയ്ക്കാറുണ്ട്. അങ്ങനെ അതും നമ്മുടെ ചുറ്റും നടക്കുന്നതാണ്. ഈ കേസിലുണ്ടല്ലോ, ഈ കല്യാണം മുടങ്ങിപ്പോയതിൽ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. അതിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അത്യാവശ്യം നല്ല അവബോധമുള്ള ആളായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു കാരണം പറഞ്ഞിട്ട് കല്യാണം മുടക്കത്തില്ല. എന്താണെന്നല്ലേ, അയാൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്തപ്പോഴും സിബിൽ സ്കോറിലായിരിക്കത്തില്ല പുള്ളി നോക്കിയിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ലോണുകളും അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാണും ഇല്ലേ. എത്ര മന്ത്ലി EMI അടയ്ക്കുന്നുണ്ട്, എന്നാണ് ലോൺ സ്റ്റാർട്ട് ചെയ്തതെന്ന്. പക്ഷേ ഇതിനകത്ത് പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്.
പക്ഷേ ഇതൊന്നും തിരിച്ചടച്ചിട്ടില്ല. ഇതിൽ നിന്ന് ആ പുള്ളി മനസ്സിലാക്കിയത് എന്താണ്? ഇവൻ കാശ് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൂല. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് പോയിട്ട് ഫ്യൂച്ചറിൽ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം എന്ന് പുള്ളി നേരത്തെ അത് മുൻകൂട്ടി കാണാൻ പുള്ളിക്ക് പറ്റിയെന്നുള്ളതാണ്. ഇതിൽ ആ പുള്ളിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇവൻ എടുത്തിരിക്കുന്ന ഒറ്റ ലോണും അടച്ചിട്ടില്ല എന്നാണ് എൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ന്യൂസിൻ്റെ അകത്ത്. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ച് നമ്മുടെ മോളെ അങ്ങോട്ടേക്ക് അയക്കും എന്ന് പുള്ളി ചിന്തിച്ചതിൽ പുള്ളിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കേസുകളിലുണ്ടല്ലോ, കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ ആൾക്ക് സിബിൽ സ്കോർ ഇല്ല. അതിനർത്ഥം എന്താണ്? ഫ്യൂച്ചറിൽ ഇവന് ഒരു ബാങ്കും ലോൺ കൊടുക്കത്തില്ല. ഇപ്പോൾ ഒരു ലോണിലൊക്കെയാണ് ഇതേപോലെ ഡിഫോൾട്ട് വന്ന് ബാക്കി ലോണെല്ലാം പക്കയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീസൺ എങ്കിലും പറയാം. അതേസമയം എല്ലാ ലോണും പൊട്ടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ബാങ്കും ഇവന് ലോൺ കൊടുക്കത്തില്ല പിന്നീട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ കാർ വാങ്ങാനോ അല്ലെ വേറെ എന്താവശ്യം ആയിക്കോട്ടെ, ആ സമയത്തെല്ലാം വീട്ടുകാർ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇല്ലേ? പെണ്ണിൻ്റെ വീട്ടുകാരായിക്കോട്ടെ ചെറുക്കൻ്റെ വീട്ടുകാരായിക്കോട്ടെ, കൂടുതലും ഈ ഒരു തലവേദന വരുന്നത് പെണ്ണിൻ്റെ വീട്ടുകാർക്കായിരിക്കും, ആ ഒരു പ്രഷറും. ഈ സമയത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ പെണ്ണിന് പ്രഷർ കൊടുത്ത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത സ്വർണ്ണമോ പണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കാനുള്ള പ്രഷർ സ്വാഭാവികമായിട്ടും വരും. അല്ലെന്നുണ്ടെങ്കിൽ പെണ്ണ് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, അവൾക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോൺ എടുക്കാനുള്ള ബാധ്യതയും കൂടെ പെണ്ണിൻ്റെ തലയിൽ മാത്രമായിട്ട് വരും. ഇയാൾക്ക് ഇതിൻ്റെ അകത്ത് ലയബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, പെണ്ണിന് ഇത്രയും വലിയൊരു ലയബിലിറ്റിയും കൂടെ ആകും എന്ന് ആ പുള്ളിക്ക് മനസ്സിലായത് കൊണ്ടിട്ട് മാത്രമാണ് ആ ലോണല്ല കല്യാണം പോയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം പുള്ളി അത്ര കാര്യമായിട്ട് നമ്മളാരും നോർമലി ചിന്തിക്കാത്ത ഒരു പോയിന്റിൽ പുള്ളി ശ്രദ്ധിച്ചു. ആ പുള്ളി നമ്മൾ ബാക്കി ക്യാരക്ടർ വൈസ് കുഴപ്പമുണ്ടാകത്തില്ല, വേറെ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരിക്കത്തില്ല. അവന് വലിയ വീടുണ്ടായിരിക്കും, കാറുണ്ടായിരിക്കും, സകലമാന സൗകര്യങ്ങളുണ്ടാവും. ഇതെല്ലാം ഇയാൾ ബാങ്കിനെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിന് പറ്റിക്കുന്നതല്ല പറയുന്നത്, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാഞ്ഞിട്ട് ആ പൈസ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് അവിടെ ഭയങ്കര മിസറബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ സിബിൽ സ്കോർ കുറവുള്ള എല്ലാ ആൾക്കാരും മോശക്കാരാണോ എന്നൊരു ചോദ്യം വരൂലേ? ആക്ച്വലി അല്ല. സിബിൽ സ്കോർ കുറവുള്ള എല്ലാ ആൾക്കാരും ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാരല്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ സിബിൽ സ്കോർ താഴ്ന്നു പോകുന്ന ആൾക്കാരുമുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ സാമ്പത്തികമില്ല, അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കും. ആ എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര ടൈം കഴിഞ്ഞാലാണ് നമ്മളുടെ EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ആ സമയം കൊണ്ട് ജോലി ചിലപ്പോൾ ആയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ നല്ല ജോലി EMI അടയ്ക്കാൻ തക്കതായ ഒരു ജോലി ആയെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം സിബിൽ സ്കോർ താഴെ പോകാം. പക്ഷേ പിന്നീട് അവർ ആ സിബിൽ സ്കോർ ഈ ലോണെല്ലാം കറക്റ്റായിട്ട് അടച്ച് വേറെ ചെറിയ ലോണൊക്കെ എടുത്ത് അതൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിബിൽ സ്കോർ മേളിലോട്ട് പൊയ്ക്കോളും. അതുകൂടാതെയുള്ള രണ്ടാമത്തെ ആൾക്കാർ, ഇപ്പം ഈ കോവിഡിന് മുന്നേ ഉള്ളതും കോവിഡിന് ശേഷം ഉണ്ടല്ലോ, അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഒരാൾക്കാർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡിന് മുന്നേ അത്യാവശ്യം നല്ലതായിട്ട് ലോണൊക്കെ എടുത്ത് പെട്ടെന്ന് ബിസിനസ് മൊത്തം നിന്ന് പോയപ്പോൾ അതിൽ പെട്ടുപോയ കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അതുവരെ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ EMI എല്ലാം പക്കയായിട്ട് അടച്ച ആൾക്കാരുണ്ട്. എന്നിട്ട് കോവിഡ് വന്നു, ആദ്യത്തെ 2-3 മാസമൊക്കെ എങ്ങനെയെങ്കിലും അടച്ച ആൾക്കാർ, പക്ഷെ പിന്നീടും ബിസിനസ് ചെയ്യാൻ പറ്റാതെ വന്നിട്ട് അവർക്ക് EMI അടയ്ക്കാൻ പറ്റാതെ പെട്ടുപോയ ആൾക്കാർ. അങ്ങനെയുള്ളവരൊന്നും ആ ഒരു 2 കാറ്റഗറീനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഈ വീഡിയോ കാണുന്ന അച്ഛനമ്മമാരോടാണ് കേട്ടോ. നമ്മൾ കല്യാണം ആലോചിക്കുമ്പോഴോ അല്ലെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചില ആൾക്കാർ, ഇപ്പം നമ്മൾക്ക് ഏത് ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചില ആൾക്കാർ സാമ്പത്തികമായിട്ട് തീരെ നിവൃത്തി ഉണ്ടാവത്തില്ല, പക്ഷേ അവർ പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു ജോലി നേടി അത് കഴിയുമ്പോഴായിരിക്കും അവരുടെ വീട് ചെറുതാണെന്നുള്ളൊരു കാരണം കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവന് വണ്ടി ഇല്ല എന്നുള്ള കാരണം കൊണ്ടിട്ട് കല്യാണമൊന്നും ശരിയാവാതെ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ലോണൊക്കെ എടുത്ത് വീടും പണിയും കാറും ഒക്കെ വാങ്ങിക്കും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ കറക്റ്റായിട്ട് അവരെടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം അവന് ആ പൈസയ്ക്ക് അവനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പെങ്കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷമവും വിചാരിക്കേണ്ട, കാരണം അവൻ ആ EMI അടയ്ക്കും, അവൻ ആ എടുത്തിരിക്കുന്ന ലോണിനെ പറ്റി നല്ല ബോധമുണ്ട്. അതേസമയം നമ്മൾ വെറുതെ പൊങ്ങച്ചം കാണിക്കാനും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ലോൺ എടുത്തിട്ട് നമ്മൾ കല്യാണത്തിന് മുന്നേ തന്നെ സിബിൽ സ്കോർ പൊട്ടിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സിബിൽ സ്കോർ എടുക്കുന്ന സമയത്ത് നമ്മൾ മാസം അടയ്ക്കുന്ന EMI ഓരോന്നും അതിനകത്ത് പ്രത്യേകം കാണിക്കും. അപ്പോൾ എല്ലാ EMIയും കൂടെ ഇത്ര രൂപ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ
അവൻ നാളെ എത്രത്തോളം വലിയ പ്രശ്നത്തിൽ വന്ന് ചാടും, അവൻ അല്ലെങ്കിൽ അവൾ ആരും ആയിക്കോട്ടെ പ്രശ്നത്തിൽ വന്ന് ചാടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. ഇതിൽ കൂടുതലും പ്രോബ്ലംസ് വരുന്നത് എപ്പോഴും ആൺകുട്ടികളുടെ സൈഡിലാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റും ആളെങ്ങനെയാണ് ആ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, എടുത്തിരിക്കുന്ന ലോൺ എങ്ങനെയുണ്ട്, ഇതുവരെ എങ്ങനെ അടച്ചിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസ്ക് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വരെ ഈ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടിട്ട് എല്ലാവരും സിബിൽ സ്കോർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. എടുത്തിരിക്കുന്ന EMI ഒക്കെ എല്ലാം കറക്റ്റ് അതാത് ഡേറ്റിൽ തന്നെ അടച്ചു പോവുക. കാരണം നമ്മൾ ഒരെണ്ണത്തിൽ ഇതിൽ പ്രശ്നം വന്ന് നമ്മുടെ സിബിൽ സ്കോർ താഴെ പോയാൽ പിന്നെ നമുക്ക് ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേമാതിരി ഈ സിബിൽ സ്കോർ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്തു തരാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഈ ന്യൂസ് കണ്ടപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാം, കുറച്ച് ആൾക്കാർക്ക് അത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ താല്പര്യം പോലെയാണ്. ഇതും കൊണ്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ടിട്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനി സിബിലിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ സ്റ്റഡി ചെയ്തിട്ട് ഉറപ്പായും ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ